ഷൈമ പതിയെ അത് അടച്ചുവെച്ച് നെഞ്ചോട് ചേർത്തു. കുറച്ചുനേരം കണ്ണടച്ചു നിന്നു. അതെ, ചെറിയുടെ സ്വപ്നം സഫലമാക്കിയേ തീരൂ. അവൾ പതിയെ തന്റെ ബാഗ് തുറന്നു. ചങ്കിന്റെ കല്യാണത്തിരക്കം കഴിഞ്ഞ് രാത്രി വളരെ വൈകിട്ടാണ് ചെറി വീട്ടിലേക്ക് വന്നത്. ഉറക്കച്ചടവോടെ കോണി കയറി മുകളിലേക്ക് പ്രവേശിച്ച ചെറി ഒന്നമ്പരുന്നു. വാതിലിനടിയിലൂടെ പുറത്തേക്ക് അരിച്ചിറങ്ങുന്ന വെളിച്ചം. ഇതാരാ റൂമില്? ഞാനെങ്ങനെ ഇനി ലൈറ്റ് എടുത്താൽ മറന്നുപോയോ? അന്തം വിട്ട് വാതിൽ തുറന്നപ്പോൾ തന്റെ സിരകളെ ത്രസിപ്പിച്ചുകൊണ്ട് മൂക്കിലേക്ക് ബ്ലൂ ലേഡിയുടെ മാദകഗന്ധം കടന്നു വന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയ അവൻ അന്തം വിട്ടു. ബെഡിൽ വിരിച്ചിരിക്കുന്ന പുത്തൻ വെള്ള ബെഡ്ഷീറ്റ്, അതിൽ ചിതറിക്കിടക്കുന്ന റോസാപ്പൂവിതളുകൾ. ഇതാരുടെ പണിയാ? റൂമിൽ കയറി വാതിലടച്ച് അവൻ ചുറ്റും പരതി. ജനലിൽ വിരിച്ച കർട്ടനുകൾക്കിടയിലൂടെ മൈലാഞ്ചി അണിഞ്ഞ 2 കാൽപാദങ്ങൾ കണ്ടു. പതിയെ അങ്ങോട്ട് ചെന്ന് കർട്ടൻ വകഞ്ഞു മാറ്റിയ ചെറി ഞെട്ടിപ്പോയി. 1 വർഷം മുമ്പ് തന്നെ ഒരുപാട് മോഹിപ്പിച്ച അതേ കണ്ണുകൾ ബുർക്കക്കുള്ളിലൂടെ തന്നെ ഉറ്റുനോക്കുന്നു. അവനൊന്നും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവൻ നോക്കി നിൽക്കെ കൈകളിൽ മൈലാഞ്ചി ചുവപ്പുള്ള കിലുങ്ങുന്ന കുപ്പിവളകൾ അണിഞ്ഞ ആ കൈകൾ പതുക്കെ ഉയർന്നു. പതിയെ മുഖം മറച്ചിരുന്ന ബുർക്കയങ്ങ് പൊന്തിച്ചു. ആദ്യം കണ്ണിൽ പതിഞ്ഞത് മേൽചുണ്ടിൽ കാക്കാപ്പുള്ളിയുള്ള ചോര ചുണ്ടുകളാണ്. പുറമേ ഉണ്ടക്കണ്ണും. ഫാത്തിമ ഷൈമ, BA സോഷ്യോളജി സ്റ്റുഡന്റ്, ഫൈനൽ ഇയർ, അൽ റഹ്മ ഇസ്ലാമിക് കോളേജ്, കോട്ടക്കൽ. ഷൈമ പറഞ്ഞത് കേട്ട് ആകെ അമ്പരപ്പിലായിരുന്നു ചെറി. സത്യമാണോ അതോ മിഥ്യയാണോ? ഒരുപാട് കാലം ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന വാക്കുകൾ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും ഞാൻ തിരിച്ചറിയാതെ പോയ സത്യം. ഷൈമ, നീ? മുഴുമിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട ചെറിയുടെ മുന്നിലേക്ക് അവൾ ആ ഡയറി നീട്ടി. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? ഇതില് പറഞ്ഞ പോലെ അഹങ്കാരത്തോടെ ഉറങ്ങാൻ പോരുന്നോ അതോ? ഷൈമ വളരെ ഗൗരവത്തിൽ ചോദിച്ചു. പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചെറിയ അവളുടെ കൈ പിടിച്ചു വലിച്ച് നെഞ്ചോടങ്ങ് ചേർത്തു. തന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കുന്ന അവളോട് പതിയെ പറഞ്ഞു, നിന്റെ ആ പഴയ നുണയെ നമുക്കങ്ങ് സത്യമാക്കിയാലോ? വാട്ട്? ഒന്നും മനസ്സിലാവാതെ നിന്ന ഷൈമയെ 2 കൈകളിലും വാരിയെടുത്ത് അവൻ ബെഡിലേക്കിട്ടത് പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി അവൾ സൂക്ഷിച്ചതെല്ലാം സ്വന്തമാക്കിയ അഹങ്കാരത്തോടെ അവൻ പതിയെ അവളുടെ നെറുകയിലൊരു മുത്തം നൽകി. വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ അവന്റെ മാറിൽ തലചായ്ച്ച് കിടക്കിയായിരുന്ന അവളുടെ കണ്ണിൽ നിന്ന് എന്തിനോ ചുടുകണങ്ങൾ ഉതിർന്നു. പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ ഇറുക്കെ പുണർന്ന് അവൾ ഉറക്കത്തിലേക്ക് വീണു. കലിപ്പൻ സെക്കൻഡ് ഉണ്ടക്കണ്ണിയാണെന്ന അഭിമാനത്തോടെ.